നോൺ ഇൻട്രാക്റ്റിംഗ് പാർട്ടിക്കിൾസ്. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്ലിക്കേഷൻസ് ഓഫ് എനർജി ഇക്വേഷൻ, അതേപോലെ പ്ലാനറ്ററി മോഷൻ. ഈ രണ്ട് ടോപ്പിക്സാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അതിൽ നമുക്ക് ആദ്യം നോക്കാം അപ്ലിക്കേഷൻ ഓഫ് എനർജി ഇക്വേഷൻ. എനർജി ഇക്വേഷൻ്റെ അപ്ലിക്കേഷനെ പറ്റിയാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ നമ്മൾ എടുക്കാൻ പോകുന്ന ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് നോൺ ഇൻട്രാക്റ്റിംഗ് പാർട്ടിക്കിൾസ് ആണ്. നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന രണ്ട് പാർട്ടിക്കിൾസിനെ പറ്റിയായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോൺ ഇൻട്രാക്റ്റിംഗ് പാർട്ടിക്കിൾസിനെ പറ്റിയാണ്. കോണ്ടാക്റ്റിൽ വരാത്ത രണ്ട് പാർട്ടിക്കിൾസിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് രണ്ട് പാർട്ടിക്കിൾസിനെ കൺസിഡർ ചെയ്യാം. അവരുടെ മാസ് M1 M2 ആണ്. അവർ പാരലായിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുന്നുണ്ട് വിത്ത് വെലോസിറ്റി V1 and V2. So we can consider two non-interacting particles with masses M1 and M2 moving parallel towards each other with velocities V1 and V2. Let B be the distance between them. ഈ രണ്ട് പാർട്ടിക്കിൾ തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പാരലായിട്ടാണ് അവർ ട്രാവൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അവർ തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെ നമുക്ക് B എന്ന് പറഞ്ഞ ലെറ്റർ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യാം. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു പാർട്ടിക്കിൾസ് ആണ് B. ഇനി നമുക്ക് റിലേറ്റീവ് വെലോസിറ്റിൻ്റെ എക്സ്പ്രഷനിലേക്ക് പോകാം. റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ ഡിഫറൻസ് ഇൻ വെലോസിറ്റിയാണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി അല്ലെങ്കിൽ ഡിഫറൻസ് ഇൻ വെലോസിറ്റി ഓഫ് വൺ ബോഡി വിത്ത് റെസ്പെക്ട് ടു അനദർ ബോഡി. ഒരു ബോഡീൻ്റെ സ്പീഡും മറ്റൊരു ബോഡീൻ്റെ സ്പീഡും തമ്മിൽ കമ്പയർ ചെയ്യുന്നതാണ് നമ്മൾ റിലേറ്റീവ് വെലോസിറ്റിയിൽ ചെയ്യുന്നത് അലോങ് വിത്ത് ദ ഡയറക്ഷൻസ്. സോ നമുക്ക് റിലേറ്റീവ് വെലോസിറ്റിനെ V0 ബാർ എന്ന് പറഞ്ഞിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ വെക്റ്റർ R പ്രൈം. വെക്റ്റർ R പ്രൈം ഈക്വൽ ടു വെക്റ്റർ R1 പ്രൈം മൈനസ് വെക്റ്റർ R2 പ്രൈം ആണ്. അല്ലെങ്കിൽ ഈക്വൽ ടു വെക്റ്റർ V1 മൈനസ് വെക്റ്റർ V2. ഇങ്ങനെ നമുക്ക് റിലേറ്റീവ് വെലോസിറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റും. R പ്രൈം എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് R ആണ്, അതായത് വെലോസിറ്റിനെയാണ്. സോ നമ്മളുടെ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും M1 M2 ആണ് രണ്ട് പാർട്ടിക്കിൾസ്. ഇത് M1, ഇവിടെ M2 ഉണ്ട്. ഇവർ ടുവേർഡ്സ് ആണ് മൂവ് ചെയ്യുന്നത് വിത്ത് വെലോസിറ്റി V1 ഇവിടെ V2. ഇവർ തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് B എന്ന് പറയുന്നത്. രണ്ട് എൻഡിലുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് കേസിൽ നമ്മൾ അവർ ടുവേർഡ്സ് അപ്രോച്ച് ചെയ്യുന്നതാണ്. ഇത് അവർ സെയിം പോയിന്റിൽ എത്തിയ കേസിലുള്ള ഫിഗറാണ് നമ്മൾ കാണിച്ചത്. ഇനി ഇവിടെ ടോട്ടൽ എനർജി E എന്ന് പറയുന്നത് കൈനറ്റിക് എനർജീൻ്റെയും പൊട്ടൻഷ്യൽ എനർജീൻ്റെയും സമ്മാണ്. ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജീൻ്റെയും പൊട്ടൻഷ്യൽ എനർജീൻ്റെയും സമ്മാണ്. കൈനറ്റിക് എനർജീൻ്റെ ഇക്വേഷൻ ½ mv², അഥവാ റെഡ്യൂസ്ഡ് മാസിൻ്റെ ടേമിൽ പറയുമ്പോൾ ½ μv02 ആണ്. പൊട്ടൻഷ്യൽ എനർജി U ഓഫ് R ആണ്. പൊട്ടൻഷ്യൽ എനർജി 0 ആയതിനെ കൊണ്ട് ഇക്വേഷൻ ½ μv02 തന്നെ വരും. ഫോർ നോൺ ഇൻട്രാക്റ്റിംഗ് പാർട്ടിക്കിൾ പൊട്ടൻഷ്യൽ എനർജി വിൽ ബി 0. സോ ടോട്ടൽ എനർജിയും കൈനറ്റിക് എനർജിയും ഈക്വലൻ്റ് ആണ്. ഇഫക്റ്റീവ് പൊട്ടൻഷ്യലിൻ്റെ എക്സ്പ്രഷൻ U ഓഫ് ഇഫക്റ്റീവ് ഈക്വൽ ടു L² ഡിവൈഡഡ് ബൈ 2 μr² പ്ലസ് U ഓഫ് R ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു L² ഡിവൈഡഡ് ബൈ 2 μr². U effective equal to L² divided by 2 μr² plus U of R. U of R 0 ആയതിനെ കൊണ്ട് L² divided by 2 μr² എന്ന് കിട്ടും. ഇനി എനർജീൻ്റെ ഇക്വേഷനിലേക്ക് വരാം. എനർജി ഈക്വൽ ടു E പ്ലസ് E ഈക്വൽ ടു ½ μr²² പ്ലസ് U ഇഫക്റ്റീവ് ഓഫ് R ആണ്. സോ നമുക്കറിയാം ടോട്ടൽ എനർജീൻ്റെ ഇക്വേഷൻ എന്താ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇതാണ് എനർജീൻ്റെ ഇക്വേഷൻ ½ μv02. ഇനി കൈനറ്റിക് എനർജീൻ്റെ ഇക്വേഷനായിട്ട് ½ μr² വരും. പ്ലസ് പൊട്ടൻഷ്യൽ എനർജീൻ്റെ ടേം ഇത് L² ബൈ 2 μr² നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നമ്മുടെ ഇക്വേഷൻ ഇതുപോലെ വന്നു. ഇനി ഇവിടെ രണ്ട് മാസ് M1 M2 വളരെ ക്ലോസ് ആയിട്ട് അപ്രോച്ച് ചെയ്യാണ്. അവർ ഒരു പർട്ടിക്കുലർ പൊസിഷനിലെത്തുമ്പോൾ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് അവരുടെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് വെലോസിറ്റി 0 ആയിരിക്കും. സെയിം പൊസിഷനിലാണോ അല്ല നമ്മുടെ ഈ ഫിഗറിൽ ബിയിൽ പോലുള്ള സെക്കൻഡ് ഫിഗറിലുള്ളതുപോലെ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് B ആണെങ്കിലും റിലേറ്റീവ് വെലോസിറ്റി 0 ആയിരിക്കും. സോ ആ കേസിൽ നമ്മുടെ ഇക്വേഷൻ എന്ത് വരും? നമുക്ക് ഇങ്ങനെ എഴുതാൻ സാധിക്കും. നമ്മുടെ റിലേറ്റീവ് വെലോസിറ്റിൻ്റെ ഇക്വേഷൻ ½ μv02 ഈക്വൽ ടു L² ഡിവൈഡഡ് ബൈ 2 μb² എന്ന് കിട്ടും. അത് റീഅറേഞ്ച് ചെയ്തിട്ട് നമ്മൾ L²ൻ്റെ വാല്യൂ കാണുമ്പോൾ L² ഈക്വൽ ടു μ² v02 b² എന്ന് കിട്ടും. അഥവാ റൂട്ട് എടുക്കുമ്പോൾ L ഈക്വൽ ടു μv0b എന്ന ഫോമിലേക്ക് നമുക്ക് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. സോ നമ്മുടെ U ഇഫക്റ്റീവിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് എങ്ങനെ എഴുതാം? U ഇഫക്റ്റീവിൻ്റെ എക്സ്പ്രഷൻ നമ്മളുടേതാ ഇതായിരുന്നു നമ്മുടെ U ഇഫക്റ്റീവിൻ്റെ എക്സ്പ്രഷൻ. ഇതിൽ ഈ എല്ലിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എല്ലിൻ്റെ വാല്യൂ ഇതാ, ഇത് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? U effective equal to mu square
V0 square B square divided by 2 mu R square equal to half mu V0 square B square divided by R square. ഇതാണ് യു ഇഫക്റ്റീവിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമുക്ക് കൈനറ്റിക് എനർജി കാണുകയാണെങ്കിൽ കൈനറ്റിക് എനർജിൻ്റെ ഇക്വേഷൻ ഹാഫ് മ്യൂ ആർ ഡോട്ട് സ്ക്വയർ ആണ്. അതായത് കൈനറ്റിക് എനർജി ടോട്ടൽ എനർജിയിൽ നിന്ന് പൊട്ടൻഷ്യൽ എനർജി മൈനസ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഇ മൈനസ് യു ഇഫക്റ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സ്പ്രഷൻ കാണാൻ സാധിക്കും. ഇനി ഇനീഷ്യലി രണ്ട് പാർട്ടിക്കിൾ വളരെ ദൂരെയായിരിക്കും, അവർ അപ്രോച്ച് ചെയ്യുന്നതിൻ്റെ മുന്നേ ലാർജ് ഡിസ്റ്റൻസിലാണ്. സോ ആ കേസിൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യും. അങ്ങനെ അവർ അടുത്തേക്ക് വരുന്ന സമയത്ത് കൈനറ്റിക് എനർജീൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്തിട്ട് ലാസ്റ്റ് ആർ ഓഫ് ടി എന്ന് പറഞ്ഞ പോയിന്റിൽ വാനിഷ് ചെയ്യും. അതാണ് നമ്മളുടെ ഈ ഫിഗറിൽ കാണിച്ചത്. നമ്മളുടെ എനർജി ഡിസ്റ്റൻസ് ഗ്രാഫ് ഇവിടെ തന്നിട്ടുണ്ട്. ഈ ഗ്രാഫിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇനീഷ്യലി ഡിസ്റ്റൻസ് കൂടുമ്പം എനർജി കുറവാണ്, പിന്നെ അവർ അടുത്തേക്ക് വരുമ്പോൾ കൂടിക്കൂടി വരും, അങ്ങനെ ഒരു മിനിമം ടേണിംഗ് പോയിന്റിൽ എത്തും. പിന്നീടുള്ള യു ഇഫക്റ്റീവിൻ്റെ വാല്യൂ ആണ് മേലോട്ട് ഗ്രാഫ് വരച്ച് കാണിച്ചത്. കാരണം കൈനറ്റിക് എനർജിക്ക് ഒരിക്കലും നെഗറ്റീവ് ആകാൻ പറ്റില്ല. ഒരു മിനിമം വാല്യൂവിൻ്റെ ബിലോ അവർക്ക് പോകാൻ സാധിക്കില്ല. കൈനറ്റിക് എനർജി ഓൾവേസ് പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. സോ അറ്റ് ദ ടേണിംഗ് പോയിന്റ് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇ ഈക്വൽ ടു യു ഇഫക്റ്റീവ് ആണ്. കൈനറ്റിക് എനർജി 0 ആക്കി എടുക്കുക. അപ്പം ടോട്ടൽ എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജിയാണ്. സോ നമുക്ക് ഇക്വേഷൻ എങ്ങനെ ചെയ്താൽ ഹാഫ് മ്യൂ V0 സ്ക്വയർ ഈക്വൽ ടു ഹാഫ് മ്യൂ V0 സ്ക്വയർ ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ ടി സ്ക്വയർ എന്ന് കൊടുക്കാൻ പറ്റും. സോ നമ്മൾ ടോട്ടൽ എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും കൂടി ഇക്വേറ്റ് ചെയ്തതാണ്. ടോട്ടൽ എനർജീൻ്റെയും പൊട്ടൻഷ്യൽ എനർജീൻ്റെ വാല്യൂ ഇതാണ് പൊട്ടൻഷ്യൽ എനർജീൻ്റെ വാല്യൂ. ഇത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആറിന് ആർ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. ടോട്ടൽ എനർജീൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ്. ഇതാണ് ടോട്ടൽ എനർജി എന്ന് പറയുന്നത്, ഹാഫ് മ്യൂ V0 സ്ക്വയർ. ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് പ്ലാനറ്ററി മോഷൻ. പ്ലാനറ്ററി മോഷനെ പറ്റി നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഒരു സോളാർ സിസ്റ്റത്തിൽ സണ്ണിന് ചുറ്റും പ്ലാനറ്റ്സ് റിവോൾവ് ചെയ്യുന്ന മോഷൻ പ്ലാനറ്ററി മോഷനാണ്. ശരിക്കും നമ്മളുടെ ഒരു പ്ലാനറ്റ് സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യുമ്പോൾ മറ്റ് പ്ലാനറ്റ്സിന് ഇൻട്രാക്ഷനൊക്കെ ഉണ്ടാകും. പക്ഷെ നമ്മൾ ടൈം ബീയിങ്ങിൽ അതൊക്കെ നെഗ്ലക്റ്റ് ചെയ്തിട്ടാണ് ഇവിടെ കൺസെപ്റ്റ് പറയാൻ പോകുന്നത്. സോ നമ്മളുടെ ടോപ്പിക്കിലേക്ക് വരാം. പ്ലാനറ്ററി മോഷൻ. The orbit due to the gravitational interaction of planet around the sun can be found as follow. The attractive gravitational potential U of R equal to minus gmm divided by R. gmm എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. കാരണം G യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ആണ്. 6.67 into 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കെ ജി സ്ക്വയർ ആണ് അതിൻ്റെ വാല്യൂ. ക്യാപിറ്റൽ എം സ്മോൾ എം എന്നൊക്കെ പറയുന്നത് സണ്ണിൻ്റെയും പ്ലാനറ്റിൻ്റെയും മാസസ് ആണ്. സോ നമുക്കതൊരു കോൺസ്റ്റൻ്റ് ആക്കി എടുക്കുക. അതിൻ്റെയൊക്കെ വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ ഡിസ്റ്റൻസിനനുസരിച്ച് മാത്രമാണ് ഓർബിറ്റലിൽ ചേഞ്ച് ഉണ്ടാവുന്നത്. ബാക്കിയൊക്കെ കോൺസ്റ്റൻ്റ് ആണ്. സോ ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ട പെർട്ടുർബേഷൻ മെത്തേഡാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. കാരണം ബാക്കിയുള്ള പ്ലാനറ്റ്സ് കാരണം ഉണ്ടാകുന്ന ഇൻട്രാക്ഷൻ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തിട്ടാണ് ഇവിടെ ഓർബിറ്റിൽ ഉണ്ടാകുന്ന ഇൻട്രാക്ഷൻ മാത്രം ഫോക്കസ് ചെയ്യുന്നത്. ശരിക്കും നമ്മളുടെ ഈ സണ്ണോ അല്ലെങ്കിൽ നമ്മുടെ പ്ലാനറ്റ്സ് ഒന്നും കറക്റ്റ് സ്പിയർ അല്ല. ബട്ട് നമ്മൾ ഏകദേശം അതുപോലെ അസ്യൂം ചെയ്തിട്ടാണ് എടുക്കുന്നത്. സ്പെറിക്കലി സിമെട്രിക് ആയിട്ട് എടുത്തിട്ടാണ് നമ്മൾ പറയുന്നത്. ശരിക്കും ഇവിടെ 1/r² കൂടാതെ 1/r³ 1/r⁴ ഡിപ്പെൻഡൻസ് ഒക്കെ ഉണ്ടാകും. നമുക്കതൊക്കെ ടൈം ബീയിങ് നെഗ്ലക്റ്റ് ചെയ്യാം. വെറും ഇൻവേഴ്സ് സ്ക്വയറിലോ മാത്രം കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഒരു ഐഡിയൽ പ്ലാനറ്ററി മോഷൻ്റെ കേസിൽ U of R equal to minus C/R പൊട്ടൻഷ്യൽ എനർജി നമുക്ക് ആ ഫോമിൽ എഴുതാൻ പറ്റും. ഇനി ഇഫക്റ്റീവ് പൊട്ടൻഷ്യൽ എനർജി U ഇഫക്റ്റീവ് ഈക്വൽ ടു L² ഡിവൈഡഡ് ബൈ 2 mu R² മൈനസ് C/R എന്ന് കിട്ടും. സോ ഇതിനെ നമ്മളുടെ ആംഗിളുടെ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ d∠θ ഈക്വൽ ടു L ഡിവൈഡഡ് ബൈ mu R² ഇൻറ്റു d² ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2/mu ഇൻറ്റു ഇ മൈനസ് യു ഇഫക്റ്റീവ് എന്നുള്ള എക്സ്പ്രഷൻ കിട്ടും. ഈ ഇക്വേഷൻ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നമ്മളുടെ കഴിഞ്ഞ ക്ലാസ്സിൽ. സോ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഡിനോമിനേറ്ററിലുള്ള μr² മ്യൂവിനെ റൂട്ടിൻ്റെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ μ² വരും. ഇവിടെയുള്ള μr² മ്യൂവിനെ റൂട്ടിൻ്റെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ μr² വരും. r²നെ r ഇൻറ്റു r എന്ന് ചെയ്താൽ അതിൽ ഒരു ആറിനെ മാത്രം നമ്മൾ ഉള്ളിലേക്ക് എടുക്കുക. സോ r² വരും. ഒരു r പുറത്തന്നെ വെച്ചു. ഒരു r മാത്രം എടുക്കുന്നുള്ളൂ. അത് റൂട്ടിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ r² ആയി മാറും. സോ നമുക്ക് ഈ ഫോമിൽ ഇക്വേഷനെ എഴുതാൻ സാധിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു L dr ഡിവൈഡഡ് ബൈ r ഇൻറ്റു റൂട്ട് ഓഫ് μ² r² ഇൻറ്റു 2/mu
ഇൻറ്റു ഇ മൈനസ് എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 mu ആർ സ്ക്വയർ പ്ലസ് സി ഓഫ് ആർ എന്ന് പറഞ്ഞ ഫോമിൽ എഴുതാൻ സാധിക്കും. ഇനി നമുക്കിതിനെ വേണമെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും? എൽ ഈക്വൽ ടു എൽ ഇൻറ്റു ഡി ആർ ഡിവൈഡഡ് ബൈ ആർ ഇൻറ്റു റൂട്ട് ഓഫ് 2 mu ആർ സ്ക്വയർ ഇൻറ്റു ഇ മൈനസ് എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 mu ആർ സ്ക്വയർ പ്ലസ് സി ഓഫ് ആർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും. നമുക്ക് ഇതിനെ റീഅറേഞ്ച് ചെയ്താൽ മതി. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഈ ഒരു ടേം കോൺസ്റ്റൻ്റ് ആയിട്ടുണ്ട്. ഇതിനെ ഉള്ളിലേക്ക് എടുത്തിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇക്വേഷൻ ഈ ഫോമിൽ കിട്ടുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ചെയ്യാം. ദാറ്റ് ഈസ് എ ഈക്വൽ ടു എൽ ഇൻറ്റു ഡി ആർ ഡിവൈഡഡ് ബൈ ആർ റൂട്ട് ഓഫ് 2 mu ഇ ആർ സ്ക്വയർ പ്ലസ് 2 mu സി ആർ മൈനസ് എൽ സ്ക്വയർ. നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് 2 mu ആർ സ്ക്വയറിനെ ഉള്ളിലേക്ക് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെയാണ് ഈ ഇക്വേഷൻ ഒബ്റ്റെയിൻ ചെയ്തത്. ഇനി ഡി തീറ്റയാണ് നമ്മളിപ്പോൾ കണ്ടത്. രണ്ട് സൈഡും ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീറ്റ കിട്ടും. സോ നമുക്ക് രണ്ട് സൈഡ് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഇൻറ്റഗ്രൽ ഡി തീറ്റ ഈക്വൽ ടു ഇൻറ്റഗ്രൽ എൽ ഡി ആർ ഡിവൈഡഡ് ബൈ ആർ ഇൻറ്റു റൂട്ട് ഓഫ് 2 mu ഇ ആർ സ്ക്വയർ പ്ലസ് 2 mu സി ആർ മൈനസ് എൽ സ്ക്വയർ എന്ന് കിട്ടി. ലെഫ്റ്റ് സൈഡ് ഇൻറ്റഗ്രൽ ഡി തീറ്റ എന്ന് പറയുന്നത് തീറ്റയാണ്. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ തീറ്റ മൈനസ് തീറ്റ 0 എന്ന് ഇതാ. എല്ല് പുറത്തേക്ക് എടുത്തിട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യുക? ഇൻറ്റഗ്രൽ ഡി ആർ ഡിവൈഡഡ് ബൈ ആർ റൂട്ട് ഓഫ് 2 mu ഇ ആർ സ്ക്വയർ പ്ലസ് 2 mu സി ആർ മൈനസ് എൽ സ്ക്വയർ എന്ന ഫോമിൽ നമുക്ക് എഴുതാൻ സാധിക്കും. ഇനി നമുക്ക് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഈ ടേമിനൊന്ന് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഡിനോമിനേറ്ററിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. എന്നപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ സാധിക്കും. mu സി ആർ മൈനസ് എൽ സ്ക്വയർ ഈക്വൽ ടു ആർ ഇൻറ്റു റൂട്ട് ഓഫ് mu സ്ക്വയർ സി സ്ക്വയർ പ്ലസ് 2 mu ഇ എൽ സ്ക്വയർ സൈൻ തീറ്റ മൈനസ് തീറ്റ 0 എന്ന ഫോമിൽ എഴുതാൻ പറ്റും. ഇനി എൻ്റെ ഇക്വേഷനെ നമുക്ക് mu സീനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. mu സീനെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോമിൽ വരും. ഇവിടെ mu സി പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ടേമിൽ ആർ മാത്രം. സോ ആർ മൈനസ് എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ mu സി ഈക്വൽ ടു ആർ ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് 2 mu ഇ എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ mu സ്ക്വയർ സി സ്ക്വയർ സൈൻ തീറ്റ മൈനസ് തീറ്റ 0 എന്ന് എഴുതാൻ പറ്റും. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും mu സീനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എന്നിട്ടാണ് നമുക്ക് ഈ ഇക്വേഷൻ ഒബ്റ്റെയിൻ ചെയ്തത്. ഇതിൽ ആർ കോമൺ ആക്കി എഴുതുകയാണെങ്കിൽ നമുക്ക് ഈ ഫോമിൽ എഴുതാം. ആർ ഇൻറ്റു 1 മൈനസ് റൂട്ട് ഓഫ് 1 പ്ലസ് 2 ഇ എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ mu സി സ്ക്വയർ സൈൻ തീറ്റ മൈനസ് തീറ്റ 0 വിച്ച് ഈസ് ഈക്വൽ ടു എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ mu സി. ഇത് നമ്മൾ എന്താണ് ചെയ്തത്? ഇവിടെയുള്ള ഇക്വേഷൻ ആദ്യം റീഅറേഞ്ച് ചെയ്തു. ഈ ടേമിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്കും എൽ സ്ക്വയർ ബൈ mu സീനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ആറ് കോമൺ ആക്കി എടുത്ത് എഴുതിയപ്പോഴാണ് ഇത് കിട്ടിയത്. ഓർത്ത് വെക്കുക, ഈ ടേമിനെ ആദ്യം എൽ എച്ച് എസിലേക്ക് കൊണ്ടുപോവുക. ഈ ടേമിനെ എൽ സ്ക്വയർ ബൈ mu സീനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. എന്നിട്ടാണ് ആറ് കോമൺ ആക്കി പുറത്തേക്ക് എടുക്കുന്നത്. ഇനി നമ്മളുടെ ആറിൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സോൾവ് ചെയ്തിട്ട് ആറിൻ്റെ ടേമിൽ കണ്ടുപിടിക്കാൻ പറ്റും. സോ ആർ ഈക്വൽ ടു എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ mu സി ഡിവൈഡഡ് ബൈ 1 മൈനസ് റൂട്ട് ഓഫ് 1 പ്ലസ് 2 ഇ എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ mu സി സ്ക്വയർ സൈൻ തീറ്റ മൈനസ് തീറ്റ 0 എന്ന ഫോമിൽ കിട്ടും. ഇനി ഇവിടെ തീറ്റ 0നെ നമുക്ക് 90 ഡിഗ്രി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ π/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അതേപോലെ തന്നെ ആർ 0ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് എൽ സ്ക്വയർ ബൈ mu സി. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അതിൻ്റെ മുന്നേ എസെൻട്രിസിറ്റീൻ്റെ വാല്യൂയും കൂടി നമ്മൾ കൺസിഡർ ചെയ്യാം. എസെൻട്രിസിറ്റി ഇ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 1 പ്ലസ് ടി ഇ എൽ സ്ക്വയർ ബൈ mu സി സ്ക്വയർ ആണ്. എസെൻട്രിസിറ്റി എന്ന് പറയുന്നത് ഒരു ഡയമെൻഷൻലെസ് പാരാമീറ്റർ ആണ്. നമ്മളുടെ ഷേപ്പ് ഓഫ് ദി ഓർബിറ്റ്, ഏത് ഓർബിറ്റിലാണോ പ്ലാനറ്റ് സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നത് അതിൻ്റെ ഷേപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഡയമെൻഷൻലെസ് പാരാമീറ്റർ ആണ്. അതിൻ്റെ വാല്യൂ ഇതാണ്. സോ നമുക്ക് ഈ മൂന്ന് വാല്യൂസ്, എസെൻട്രിസിറ്റീൻ്റെ വാല്യൂ, റേഡിയസിൻ്റെ വാല്യൂ, ആംഗിളിൻ്റെ വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ റെഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഫോമിൽ എഴുതാൻ പറ്റും. ആർ ഈക്വൽ ടു ആർ 0 ഡിവൈഡഡ് ബൈ 1 മൈനസ് ഇ കോസ് തീറ്റ. കോസ് തീറ്റ വരാനുള്ള കാരണം ഇവിടെ റൂട്ടിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം സൈൻ തീറ്റ എന്ന് പറഞ്ഞ ടേം ഉണ്ട്. സോ നമുക്ക് ഐഡൻറ്റിറ്റി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിനെ ഇങ്ങനെ എഴുതുന്നത്. നമുക്കറിയാം റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റയാണ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത്. അഥവാ കോസ് തീറ്റേൻ്റെ ഫോമിലൂടെ ഇങ്ങനെ എഴുതാൻ സാധിക്കും. ഇത് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? ജസ്റ്റ് ഇൻ്റർചേഞ്ച് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. ആർ മൈനസ് ഇ ആർ കോസ് തീറ്റ ഈക്വൽ ടു ആർ 0 എന്ന ഫോമിൽ എഴുതാൻ സാധിക്കും. ഇനി കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിൻ്റെ വാല്യൂ കൊടുക്കാം. കാർട്ടീഷ്യൻ കോർഡിനേറ്റിൽ നമുക്കറിയാം എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റയും വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റയാണ്. ഇത് കൂടാതെ ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്.
സോ നമുക്ക് ഈ വാല്യൂ ഒക്കെ നമ്മളുടെ ഇക്വേഷനിലേക്ക് തിരിച്ചു കൊണ്ടുവരാം. ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നപ്പോൾ എന്ത് വരും? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് ഇ എക്സ് ഈക്വൽ ടു R0. ഇനി ഇക്വേഷൻ്റെ രണ്ട് സൈഡ് സ്ക്വയർ ചെയ്യാം. ലെഫ്റ്റ് സൈഡ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോമിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് ടൈമിൻ്റെ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന ഫോമിൽ എക്സ്പാൻഡ് ചെയ്യാം. സോ നമുക്ക് ഇക്വേഷൻ എന്ത് കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2ex റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇ സ്ക്വയർ എക്സ് സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് ഒബ്റ്റെയിൻ ചെയ്യും. ലെഫ്റ്റ് സൈഡ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോമിൽ എക്സ്പാൻഡ് ചെയ്തതാണ്. എന്നിട്ടാണ് നമുക്ക് കിട്ടിയത്. സോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2ex ഇൻറ്റു R0 പ്ലസ് EX പ്ലസ് ഇ സ്ക്വയർ എക്സ് സ്ക്വയർ ഈക്വൽ ടു R0 സ്ക്വയർ എന്ന ഫോമിൽ നമുക്ക് എഴുതാൻ സാധിക്കും. ഇവിടെ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ വൈ സ്ക്വയറിന് ഈ വാല്യൂ, അതായത് മൈനസ് ഇ എക്സിനെ റൈറ്റിലേക്ക് എടുത്തിട്ട് R0 പ്ലസ് EX എന്ന് എഴുതാൻ പറ്റും. അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അങ്ങനെയാണ് ആ ഇക്വേഷൻ കിട്ടിയത്. റൂട്ടിന് പകരം ബ്രാക്കറ്റിൻ്റെ ടേം ഈക്വലൻ്റ് ആണ്. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് കിട്ടുന്നതാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2ex R0 മൈനസ് 2e സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് ഇ സ്ക്വയർ എക്സ് സ്ക്വയർ ഈക്വൽ ടു R0 സ്ക്വയർ എന്ന് കിട്ടും. ജസ്റ്റ് ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കിട്ടിയ സ്റ്റെപ്പാണ്. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2ex R0 മൈനസ് ഇ സ്ക്വയർ എക്സ് സ്ക്വയർ ഈക്വൽ ടു R0 എന്ന് കിട്ടും. ഇവിടെ നമ്മൾ ചെയ്തത് കോമൺ ആയിട്ടുള്ള ടേം ഇതിന് ഇക്വേറ്റ് ചെയ്തിട്ടാണ് ഈ ഫോമിലേക്ക് എത്തിയത്. ഇനി അടുത്ത സ്റ്റെപ്പിൽ എക്സ് സ്ക്വയർ കോമൺ ആയി വരുന്ന ഈ രണ്ട് ടേമിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1 മൈനസ് ഇ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 2R0 EX പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു R0 എന്ന ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റും. സോ നമുക്കിവിടെ ഇക്വേഷൻ ഒബ്റ്റെയിൻ ചെയ്തു. ഇനി എസെൻട്രിസിറ്റീൻ്റെ വാല്യൂ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഫോം ചെയ്യുന്ന ഫിഗറിൻ്റെ ഷേപ്പ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. സപ്പോസ് എസെൻട്രിസിറ്റി ഈ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ നമ്മളുടെ ടേം 1 മൈനസ് ഇ സ്ക്വയർ എന്ന് പറയുന്ന ടേം നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അതിൻ്റെ മൊത്തം ടേം ആംപ്ലിറ്റ്യൂഡ് എ വിൽ ബി ലെസ് ദാൻ 1 എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും. എ മീൻസ് ഒരു കോൺസ്റ്റൻറ്റ് ഫാക്ടറാക്കി നമ്മൾ എടുക്കുകയാണ്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് മേലത്തെ ഇക്വേഷനിൽ ഈ ടേം 2R0 എന്ന് പറയുന്ന ടേമിനെ ബി എന്ന് പറയുന്ന ഒരു ടേം വെച്ച് റീപ്ലേസ് ചെയ്യാം. സോ നമ്മളുടെ ജനറൽ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്താൽ എങ്ങനെ കിട്ടും? വൈ സ്ക്വയർ മൈനസ് എ എക്സ് സ്ക്വയർ മൈനസ് ബി എക്സ് ഈക്വൽ ടു R0 സ്ക്വയർ എന്ന ഫോമിൽ കിട്ടും. ഇത് നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മളുടെ ജനറൽ ആയിട്ടുള്ളൊരു ഹൈപ്പർബോളേൻ്റെ ഷേപ്പിന് ഈക്വലൻ്റ് ആണ്. സോ ഈ ഇക്വേഷൻ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഹൈപ്പർബോളിക് പാത്താണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇനി അടുത്ത കേസിൽ എസെൻട്രിസിറ്റീൻ്റെ വാല്യൂ 1 ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്ത് വരും? നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ സാധിക്കും? ഇതുപോലെ എഴുതാം. മൈനസ് 2R0 എക്സ് പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു R0 സ്ക്വയർ എന്ന ഫോമിൽ എഴുതാം. ഓർ റീഅറേഞ്ച് ചെയ്താൽ എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2R0 മൈനസ് R0 ബൈ 2 എന്ന ഫോമിൽ എഴുതാൻ സാധിക്കും. ഇതെന്ന് പറയുന്നത് നമ്മളുടെ ഇക്വേഷൻ ഓഫ് പാരാബോളയാണ്. ഒരു പാരാബോളിക് ഇക്വേഷൻ്റെ ഫോമിലാണ് നമുക്കിവിടെ ഒബ്റ്റെയിൻ ചെയ്തത്. ഇനി അതിനുശേഷം തേർഡ് കേസ്, സപ്പോസ് എസെൻട്രിസിറ്റീൻ്റെ വാല്യൂ 0ൻ്റെയും 1ൻ്റെയും ഇൻ ബിറ്റ്വീൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇക്വേഷനിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. എലിപ്സിൻ്റെ പാത്തിലേക്കുള്ള ഒരു ഇക്വേഷനാണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് വൈ സ്ക്വയർ പ്ലസ് എ എക്സ് സ്ക്വയർ മൈനസ് ബി എക്സ് ഈക്വൽ ടു R0 സ്ക്വയർ എന്ന് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ഇതൊരു എലിപ്സിൻ്റെ ഇക്വേഷനാണ്, എലിപ്റ്റിക്കൽ പാത്തിൻ്റെ ഇക്വേഷനാണ് അത്. ഇനി നമുക്ക് ആംഗിളിനെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ വെൻ തീറ്റ ഈക്വൽ ടു 0 ആറിൻ്റെ വാല്യൂ മാക്സിമം ആയിരിക്കും. ആർ മാക്സ് ഈക്വൽ ടു R0 ഡിവൈഡഡ് ബൈ 1 മൈനസ് ഇ എന്ന് പറഞ്ഞ ഫോമിലേക്ക് എത്തും. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ എവിടെ നിന്നാണ് വരുന്നത്? നമ്മളുടെ ഈ ഒരു ഇക്വേഷൻ എന്നാണ്. ദാറ്റ് ഈസ് ആർ ഈക്വൽ ടു R0 ഡിവൈഡഡ് ബൈ 1 മൈനസ് ഇ കോസ് തീറ്റ എന്ന് പറഞ്ഞ് നമ്മളുടെ ഈ ഇക്വേഷനാണ് അതിലേക്ക് എത്തുന്നത്. ഈ ഇക്വേഷൻ ഓൾറെഡി നമ്മൾ പ്രൂവ് ചെയ്ത് വെച്ചതാണ്. ഓൾറെഡി നേരത്തെ നമ്മൾ പ്രൂവ് ചെയ്ത് വെച്ച ഇക്വേഷനാണ്. അവിടെ നിന്നാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഈ കണ്ടീഷനിലേക്ക് എത്തുന്നത്. അതേപോലെ തീറ്റേൻ്റെ വാല്യൂ 180 ഡിഗ്രി പൈ ആണെങ്കിൽ ആറിൻ്റെ വാല്യൂ മിനിമം ആയിരിക്കും. ദാറ്റ് ഈസ് ആർ മീൻ ഈക്വൽ ടു R0 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇ എന്ന് വരും. ഓക്കെ. ഇനി അതിനുശേഷം ദ ലെങ്ത് ഓഫ് ദി മേജർ ആക്സിസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റുമോ? മിനിമം പ്ലസ് മാക്സിമത്തിൻ്റെ സം ആയിരിക്കും. ദാറ്റ് ഈസ് ആർ മീൻ പ്ലസ് ആർ മാക്സ് ആയിരിക്കും. സോ നമുക്ക് എങ്ങനെ ഈ രണ്ട് ടേമിനെ പ്ലസ് ചെയ്യാം. സോ R0 കോമൺ ആക്കി എടുക്കുകയാണെങ്കിൽ 1/1 പ്ലസ് ഇ പ്ലസ് 1/1 പ്ലസ് ഇ എന്ന് എഴുതാം. സോ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ 2 ടൈംസ് വരും. 2R0 ഡിവൈഡഡ് ബൈ 1 മൈനസ് ഇ സ്ക്വയർ എന്ന ഫോമിൽ നമുക്ക് കിട്ടും. സോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? R0ൻ്റെയും ഇൻ്റെയും ഒക്കെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എ ഈക്വൽ ടു
2L square by mu c divided by 1 minus 1 plus 2EL square divided by mu c square, which is equal to L square divided by mu c divided by 1 minus EL square divided by mu c square, which is equal to minus CE എന്ന് എഴുതാൻ പറ്റും. ഇവിടെ നമുക്ക് 1 മൈനസ് 1 കട്ടായി പോകും, മൈനസ് ഇതിൻ്റെ ഫ്രണ്ടിൽ വരും. അങ്ങനെയാണ് ഇക്വേഷനിലേക്ക് എത്തുന്നത്. നമുക്കിപ്പം കിട്ടിയ ആർ മാക്സിനെ ആർ മിനിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? R0 ഡിവൈഡഡ് ബൈ 1 ബൈ മൈനസ് ഇ ഡിവൈഡഡ് ബൈ R0 ബൈ 1 പ്ലസ് ഇ. റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ R0 കട്ടായി കഴിഞ്ഞാൽ 1 പ്ലസ് ഇ ബൈ 1 മൈനസ് ഇ എന്ന് കിട്ടും. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ കിട്ടുന്നത്. നമുക്ക് ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഓർബിറ്റലിൻ്റെ പാത്ത് ഇങ്ങനെയായിരിക്കും കിട്ടുക. ബേസ്ഡ് ഓൺ ഡിഫറെൻറ്റ് എസെൻട്രിസിറ്റി വാല്യൂസ് ഇങ്ങനെ കാണിക്കാൻ പറ്റും. ഈക്വൽ ടു 0, അതേപോലെ 0.6, 0.9 വരുമ്പം ഈ ഷേപ്പിലാണ് ഫോം ചെയ്യുന്നത്. അതല്ലാതെ സെയിം എനർജിയുള്ള കേസിൽ എല്ലാ ഓർബിറ്റുകളും ഇതേ പാത്തിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും.